നമസ്കാരം. എല്ലാ പ്രേക്ഷകർക്കും അന്യോന്യത്തിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അന്യോന്യത്തിൽ ഇത്തവണ പങ്കെടുക്കുന്നത് ശതാഭിഷിക്തനാകുന്ന കാവാലം നാരായണ പണിക്കരാണ്. കാവാലം സാർ, താങ്കൾക്ക് ഈ പരിപാടിയിലേക്ക് സ്വാഗതം. സന്തോഷം. കുളിപ്പാനായി കുളം വേണം, കുളത്തിൽ ചെന്താമര വേണം, കുളിച്ചു ചെന്നകം പൂകാൻ ചന്ദനം വേണം, പൂവായാൽ മണം വേണം, പൂമാനായാൽ ഗുണം വേണം, പൂമാനിനിമാർകളായാൽ അടക്കം വേണം. യുദ്ധത്തിങ്കൽ രാമൻ നല്ലു, കുലത്തിങ്കൽ സീത നല്ലു, ഊണുറക്കമുപേക്ഷിപ്പാൻ ലക്ഷ്മണൻ നല്ലു, പടയ്ക്കു ഭരതൻ നല്ലു, പറവാൻ പൈങ്കിളി നല്ലു, പറക്കുന്ന പക്ഷികളിൽ ഗരുഡൻ നല്ലു, മങ്ങാട്ടച്ചനു ന്യായം നല്ലു, മംഗല്യത്തിനു സ്വർണ്ണേ നല്ലു, മങ്ങാതിരിപ്പാൻ നിലവിളക്കു നല്ലു. തിരിഞ്ഞു നോക്കുമ്പോൾ നിറഞ്ഞ ഒരു ജീവിതം താങ്കൾക്കുണ്ട് എന്ന് മലയാളികൾ, പ്രത്യേകിച്ച് സാംസ്കാരിക ആഭിമുഖ്യമുള്ള മലയാളികൾ പറയും. തിരിഞ്ഞു നോക്കുമ്പോൾ താങ്കളെക്കുറിച്ച് എന്തു പറയും? എന്നെക്കുറിച്ച് എനിക്ക് നല്ല അഭിപ്രായമാണ് പൊതുവെ പറഞ്ഞാൽ. കാരണം ഞാൻ എപ്പോഴും ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു, അതാണ് പ്രധാനം. അതെ, അതുകൊണ്ട് എനിക്ക് അങ്ങനെ ഒരു ഇതുള്ളത് കൊണ്ട് രാവിലെ ആയിക്കഴിഞ്ഞാൽ തുടങ്ങിക്കഴിഞ്ഞാൽ ഉറങ്ങുകയൊക്കെ ചെയ്യില്ലെന്നല്ല, പക്ഷേ എനിക്ക് ഓരോ ജോലികളുണ്ട്. ആ ജോലികളെല്ലാം അന്യോന്യം ബന്ധപ്പെട്ടതാണ്. ഞാൻ രാവിലെ പ്രഭാതത്തിൽ എഴുന്നേറ്റാൽ ഭാഗവതം തർജ്ജമ ചെയ്യും. ഇപ്പോൾ 30 കൊല്ലമായി, ഇപ്പോൾ തീരുന്നില്ല. എത്രയായി? ഇപ്പോൾ 10ആയി. 10 വളരെ പ്രധാനമാണ്. ദശമം അതേ വൃത്തത്തിൽ ആരോടും പറഞ്ഞിട്ടില്ല, പറയാൻ വേണ്ടി അല്ലെങ്കിലും ഇപ്പോൾ പറയുകയാണ്. ദശമസ്കന്ധമാണ് ഇപ്പോൾ ചെയ്യുന്നത്. ഇപ്പോൾ ദശമസ്കന്ധത്തിൽ 10ാം അധ്യായമായി. ഇനി എത്രയും കൂടി ഉണ്ട്? ഇനി 12 സ്കന്ധമുണ്ട്. അപ്പോൾ അതിൽ ഞാനൊരു 30 കൊല്ലമായി തുടങ്ങിയിട്ട്. എൻ്റെ അച്ഛനെയും അമ്മയൊക്കെ വായിച്ച് ഏൽപ്പിക്കുമായിരുന്നു, കൂട്ടുകാരെ വായിച്ച്. ഇതുവരെയുള്ള പോക്ക് വെച്ച് നോക്കുമ്പോൾ എത്ര നാൾ കൊണ്ട് താങ്കളത് മുഴുവനാക്കും? അങ്ങനെ ഒരു ഉദ്ദേശം ഇല്ലാതെ അത് തീർത്തിട്ടേ ഞാൻ പോകുന്നുള്ള വാശി ഒന്നുമില്ല. കർമ്മം ചെയ്യാന്നുള്ളതിന് വേണ്ടിയിട്ട് അതൊരു പ്രശസ്തിക്ക് വേണ്ടിയല്ല, പ്രശസ്തിക്ക് വേണ്ടി അല്ലാത്ത ഒരു പ്രധാനപ്പെട്ട ജോലിയായിട്ട് അതിരിക്കും. കവിയാണ്, ഗാനരചയിതാവാണ്, പാട്ടുകാരനാണ്, നാടക കലാകാരനാണ്, നാടകശാസ്ത്രം എന്നൊക്കെ പറയാവുന്ന ആ മേഖലയിലും ഇടപെടുന്ന ഒരാളാണ്. തിയേറ്റർ എന്ന് പറയുന്ന മേഖലയിൽ നല്ലവണ്ണം ഇടപെട്ട ഒരാളാണ്. ഈ പ്രത്യേകതകളെല്ലാം ഉണ്ടെങ്കിലും താങ്കളുടെ വ്യക്തിത്വത്തിൻ്റെ ഒന്നാമത്തെ ഘടകം എന്ന നിലയ്ക്ക് എടുത്തു കാണിക്കാൻ ആഗ്രഹിക്കുന്നത് ഏത് മുഖമാണ്? ഈ മുഖങ്ങളിൽ എൻ്റെ വിനീതമായ അഭിപ്രായത്തിൽ ഇതെല്ലാം കൂടി ചേർന്ന് ഒരു മുഖമേ ഉള്ളൂ. ഒറ്റ മുഖത്തിൻ്റെ തന്നെ ഏകമുഖമാണ്, പക്ഷേ വിവിധമായി നമ്മളതിനെ എല്ലാത്തിനും അതിൻ്റേതായ വ്യക്തിത്വമുണ്ട്. 4 മുഖമുണ്ടെന്ന് വെച്ചോളൂ, 4 മുഖന്, പക്ഷെ ഒരുപോലെ ഇരിക്കും എന്ന് തന്നെയല്ല, അതെല്ലാം കൂടെ സമഗ്രതയിൽ ഒന്ന് തന്നെ. കവിയിൽ നിന്ന് തുടങ്ങാം. കവി എന്ന നിലയ്ക്ക് താങ്കളെ പെട്ടെന്ന് മലയാള കവിത ആധുനീകരിക്കുന്ന ഒരു സമയത്ത് ആ ആധുനിക കവിതയുടെ കൂടെ നടന്നു നീങ്ങിയ ഒരാൾ എന്നാണ് പെട്ടെന്ന് ചരിത്രം നോക്കുന്ന ഒരാൾക്ക് തോന്നുന്നത്. അങ്ങനെ തന്നെയാണോ താങ്കളും സ്വയം വിലയിരുത്തുന്നത്? അത്രയൊന്നും ഇല്ലെങ്കിൽ ഒരു കൂട്ടായ്മയുടെ ഭാഗമായിട്ട് ഒരു ഘട്ടത്തിൽ കവിത ഉറക്കെ ചൊല്ലുന്ന ഒരു സംഘത്തിൽ ഒരാളായിരുന്നു ഞാൻ. നാടൻ പാട്ട്, മൊഴി വഴക്കം, ശീല്, അതിനോടൊക്കെ ചേർന്ന തരത്തിലുള്ള കവിതകൾ എഴുതിയ ഒരാൾ എന്ന് പെട്ടെന്ന് അതൊരു മുദ്രയടിക്കലാണോ എന്നറിയില്ല, അങ്ങനെ തോന്നിപ്പോകും. അങ്ങനെയല്ലേ? എൻ്റെ കവിത തികച്ചും എനിക്ക് കാവാലത്ത് നിന്ന് കിട്ടിയ, എൻ്റെ ഗ്രാമത്തിൽ നിന്ന് കിട്ടിയ അനുഭവങ്ങളിൽ നിന്നുണ്ടായ പാട്ടും കവിതയൊക്കെയാണ്. പാട്ടോ അല്ലെങ്കിൽ പാട്ടോട് ചേർന്ന കവിതയോ അല്ലെങ്കിൽ കവിതയോ, അതെ, കവിതയോട് ചേർന്ന പാട്ടോ പാട്ടോട് ചേർന്ന കവിതയോ. നമ്മുടെ പാട്ട് പാരമ്പര്യത്തിൻ്റെ ഒരു പ്രത്യേകത ആദ്യം മുതലേ അറിയാതെ അതിനകത്ത് വന്നത് അവിടെയുള്ള
ഞാൻ കേട്ടു വളർന്ന സാഹചര്യത്തിൽ എന്നെ നേരിട്ടല്ലാതെയാണെങ്കിലും നേരിട്ടും എൻ്റെ ഗുരുക്കന്മാരായി തീർന്നിട്ടുള്ള ആളുകളിൽ നിന്നും പഠിച്ചതാണ്. എന്നാലും അതൊക്കെ ശരിയാണ്. എങ്കിൽ പോലും അത് പ്രയോഗിച്ചപ്പോൾ, അത് പുറത്തു വന്നപ്പോൾ മലയാള കവിതയിലെ വിഷയങ്ങളിൽ നിന്ന് മാറുന്ന, കഥാപാത്രങ്ങളിൽ നിന്ന് മാറുന്ന രീതിയിലേക്കൊക്കെ പോയി. തിത്തന്നം തെയ്യന്നം കർക്കുതിന്തിന്നം താരു എൻ്റെ ചെവിയിൽ എത്രയോ കുട്ടിക്കാലം തന്നെ കേട്ടതാണ്. അതിലെ ഇമേജറിയൊക്കെ തന്നെ അവരുടെ നിന്ന് കിട്ടിയത് കാണും. തൂവിപ്പോയ ഈ താളത്തിലാണല്ലോ ആ മാണിങ്ങെടുത്തോ, മാളിങ്ങടുത്തോ എൻ്റെ മണിങ്ങെടുത്തോ മന്ത്രവാസത്തിനങ്ങ പോയി മാരട്ട് എൻ ചങ്കും കറക്കി എൻ്റെ മണ്ണിൻ്റെ ചങ്കുമാട്ടും ചാത്തനെയും മറുതാനെയും കെട്ടി മാരണ്ട്. അങ്ങനെ പോകുന്ന ആ കവിത അതൊരു സ്ഥലത്ത് വെച്ച് കൊയിലോത്ത കൊയിലേടത്തെ കോയി തന്തയില്ല കോയി ആ തന്തയില്ല കോയിന്ന് വെളുപ്പറിയാമേലെ പുലയന്റെ സങ്കടം അല്ലേ, പുലയന്റെ ഒരു വിഷമമാണ് അതിൽ വരുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഞാൻ കുഞ്ചൻ നമ്പ്യാരിൽ നിന്നൊക്കെ പഠിച്ചത് പിന്നെ ഞങ്ങളുടെയൊക്കെ ആ നാട്ടിൽ നടന്നിരിക്കണം അദ്ദേഹം. അപ്പോൾ അവിടെ നിന്നൊക്കെ ഈ താളങ്ങളും ഇതെല്ലാം അദ്ദേഹത്തിൻ്റെ കൃതികളിൽ അദ്ദേഹം പിന്നെ സംയോജിപ്പ് വളരെ കേമമായിട്ട് എടുക്കുകയൊക്കെ ഉണ്ടായില്ല. അപ്പോൾ അതിൽ അദ്ദേഹത്തിൻ്റെ ഗുരുക്കന്മാരായിരുന്നത് മറ്റാരുമല്ല, വലിയ ഗുരുക്കന്മാരൊക്കെ ഉണ്ടായിരുന്നു. നന്ദിയാട്ട് കുറിപ്പൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ഓട്ടനും ശീതങ്കനും പറയനും അദ്ദേഹത്തിൻ്റെ ഗുരുക്കന്മാരായിരുന്നു. അതുകൊണ്ടാണ് ആ 3 പേരിൽ തന്നെ അദ്ദേഹം കവിത, അതൊരു ഗുരുവന്ദനം കൂടിയാണ് ആ പേരുകൾ കൊടുത്തത്. തീർച്ചയായിട്ടും. വടക്കത്തി പെണ്ണാളെ പെണ്ണാളെ വൈക്കം കായലോളം തല്ലുന്ന വഴിയേ കൊയ്ത്തിനു വന്നവളേ കണ്ണുകൊണ്ട് മിണ്ടാണ്ട് മിണ്ടുമിള മങ്കേ കണിമങ്കേ കന്നിമടന്തേ വടക്കത്തി പെണ്ണാളെ പെണ്ണാളെ. അതിനകത്തൊരു സോബിങ്ങുണ്ട്, ഒരു ഗദ്ഗതമുണ്ട്. ഒരു താറാവുകാരൻ്റെ ഒരു പ്രേമകഥയുടെ, അവൻ കാണാതെ പോയ അല്ലെങ്കിൽ അവൻ ആ ആൾക്കൂട്ടത്തിൽ സ്നേഹിച്ച പെണ്ണിനെ പിന്നീട് തേടി നടക്കുന്ന, എൻ്റെ താറാക്കൂട്ടം പോലെ ചെതറുന്നേ ഞാൻ, എൻ്റെ നയമ്പിലെ വെള്ളം പോലെ ചെതറുന്നേ ഞാൻ. അത് എന്തുകൊണ്ടാണ് അതങ്ങനെ ഒരു ഞാൻ ഈ പ്രേമ രംഗങ്ങളുമൊക്കെ കണ്ടിട്ടുണ്ട്. ഞങ്ങളുടെ നാട്ടിൽ വെള്ളം വറ്റിച്ചു കഴിഞ്ഞാൽ അവിടെ 3 മാസമൊക്കെ പണ്ട് കാലത്ത് പൊന്ത കെട്ടി അവിടെയൊക്കെ ഞാൻ പോയി നടന്നിട്ടുണ്ട്, കളിച്ച് നടന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ അവരുടെ ജീവിതങ്ങൾ, അവരുടെ മരണം നടക്കും, കല്യാണം നടക്കും. അങ്ങനെ 3 മാസം അവർക്ക് വലിയ കോലാഹലമാണ് കൃഷി നടക്കുമ്പോൾ. വെള്ളം കെട്ടി നിർത്തിയിട്ട് ആ വരമ്പിനകത്ത് കൃഷി നടത്തുമ്പോൾ ഇവരുടെ ചെറ്റകളൊക്കെ കുടികളൊക്കെ വെച്ചിട്ട് അവിടെ ഒരു സാമ്രാജ്യം തന്നെയുണ്ട്. അവിടെ അനവധി കാര്യങ്ങൾ നടക്കും. അത് പ്രേമവും നടക്കും, വിവാഹം നടക്കും, വിവാഹാലോചന നടക്കും, കൃഷിയപ്പുറം നടക്കുക. അപ്പോൾ അത് കാണാൻ വളരെ വളരെ ഒരു ആവേശം ഉണ്ടായിരുന്ന, അതിൽ നിന്നുണ്ടായ ഒരു ഗാനമാണ്. അതെ. എന്തായാലും ഇത്തരത്തിലുള്ള ഗാനങ്ങളൊക്കെ എഴുതി തുടങ്ങി വളരെ പെട്ടെന്ന് താങ്കളെ നമ്മുടെ ചലച്ചിത്ര ലോകം ഉൾക്കൊണ്ടു. 70കളുടെ മധ്യത്തിൽ തകരയിൽ എഴുതിക്കൊണ്ട് താങ്കൾ സിനിമയിലേക്ക് വന്നു. താങ്കളുടെ സിനിമാ പാട്ട് എഴുത്ത് ജീവിതത്തെ പറ്റി എന്തു പറയും? അതൊരു യാദൃച്ഛികമായിരുന്നു, വളരെ യാദൃച്ഛികം എന്ന് തന്നെ പറയാം. കാരണം ഞാൻ മദ്രാശിയിൽ പഠിക്കുന്ന കാലം, BL-നൊക്കെ പഠിക്കുന്ന കാലത്ത് രാമവർമ്മയൊക്കെ എഴുത്ത് തുടങ്ങിയ കാലമാണ്. അവിടെ വെച്ചൊക്കെ കണ്ടിട്ടുണ്ട് രാമവർമ്മയൊക്കെ. പക്ഷേ എന്നെ ഒരിക്കലും അതിലേക്ക് പോകണമെന്നുള്ള ഒരു പ്രേരണയൊന്നും ഉണ്ടായിട്ടില്ല. അവരൊക്കെ നന്നായിട്ട് പാട്ട് എഴുതുന്ന ആളുകളുമായിരുന്നു ആ കാലഘട്ടത്തിൽ. അവരിൽ പലരെ അറിയാമായിരുന്നു, കുഞ്ചാക്കോയൊക്കെ അറിയാമായിരുന്നു എനിക്ക്. പക്ഷെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ നാടകം ചെയ്തു തുടങ്ങിയപ്പോൾ എനിക്ക് എൻ്റെ പ്രയോറിറ്റി, എൻ്റെ മുൻഗണന വേറെ ആയിരുന്നതുകൊണ്ട് ഞാൻ നാടകത്തിലേക്ക് പോയി. കവിയരങ്ങിലൂടെ നാടകത്തിൽ പ്രവേശിച്ചു. കവിയരങ്ങളിൽ കവിത ഉറക്കച്ചൊല്ലുക, ചൊൽക്കാഴ്ചയായി മാറുക, അത് മറ്റു പലരും ഉണ്ടായിരുന്നു. പക്ഷേ ഞാനൊരു പാത വെട്ടി അതിലൂടെ സാക്ഷി എന്ന് പറഞ്ഞൊരു നാടകവുമായിട്ട് അങ്ങ് പോയി. അത് കഴിഞ്ഞാണ് നാടകത്തിലേക്ക് വന്ന് വീഴുന്നത്. കവിയരങ്ങുകളുടെ അല്ലെങ്കിൽ ചൊൽക്കാഴ്ചയുടെ പിന്നീടുള്ള ഒരു വികസിത രൂപമായിട്ടാണ് നാടകം വന്നത്. തകരയിലൊക്കെ എഴുതുന്ന ഈ നാടകത്തിൽ വന്നതിന് ശേഷമാണ്. തകരയിലല്ല ഞാൻ ആദ്യം എഴുതിയത് അരവിന്ദൻ്റെ രതിനിർവേദം. അരവിന്ദൻ്റെ ഇതിലാണ് എഴുതിയെങ്കിലും ഇറങ്ങുന്നത് ആദ്യം രതിനിർവേദം.
പക്ഷേ അരവിന്ദൻ്റെ തമ്പിലാണ് ആദ്യം എഴുതുന്നത്. അത് കഴിഞ്ഞ് കുമ്മാട്ടിയിൽ പൂർണ്ണമായും അരവിന്ദനുമായി സഹകരിച്ചുകൊണ്ട് തന്നെ സ്ക്രിപ്റ്റും എല്ലാം എഴുതും. താങ്കളുടെ കൂടെ ചേർത്ത് പറയുന്ന സംഗീത സംവിധായകൻ MG രാധാകൃഷ്ണനാണ്. തീർച്ചയായിട്ടും. നിങ്ങൾ തമ്മിൽ എങ്ങനെയായിരുന്നു? വലിയ വളരെ കാലത്തെ ദീർഘമായ ബന്ധമായിരുന്നു. ഞാൻ രാധാകൃഷ്ണൻ്റെ വീട്ടിൽ പോയിരുന്ന് ഞങ്ങൾ ഒന്നിച്ച്, അല്ലെങ്കിൽ രാധാകൃഷ്ണൻ എൻ്റെ വീട്ടിൽ വന്ന് ഞങ്ങൾ ഒന്നിച്ച് ചെയ്തിട്ടുള്ള അനേകം ഓൾ ഇന്ത്യ റേഡിയോ സിനിമാ പാട്ടുകൾ മാത്രമല്ല ലളിതഗാനങ്ങളും ഉണ്ടായിരുന്നു. അങ്ങനെയാണ് തുടങ്ങിയത്. ആ ബന്ധത്തിൽ നിന്ന് താങ്കൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പാട്ട് ജനിച്ചതിനെ പറ്റി പറയാമോ? ഒരുപാട് പാട്ടുകളുണ്ട്. ഘനശ്യാമ സന്ധ്യാഹൃദയം ഏറ്റവും പ്രസിദ്ധമായ ലളിതഗാനം. അത് ഞങ്ങൾ വഴിയെ നടന്നു പോകുമ്പോൾ എഴുതുക, അത് പറഞ്ഞതാണ് പല്ലവി. ഘനശ്യാമ സന്ധ്യാഹൃദയം എന്ന് പറഞ്ഞു. സന്ധ്യയ്ക്ക് ഞങ്ങൾ നടക്കുമ്പോൾ ചേട്ടാ കൊള്ളുകയില്ല, ഈ ഖനമൊക്കെ പറയാൻ പാടില്ല. അങ്ങനെ ഒരു കൽപ്പന തന്നെ അപൂർവമാണ്, ഘനശ്യാമ സന്ധ്യാഹൃദയം. അതെ, പക്ഷേ അത് നോർത്ത് ഇന്ത്യയിൽ, വടക്കേ ഇന്ത്യയിൽ കൃഷ്ണസങ്കല്പത്തോട് ചേർന്ന് ഘനശ്യാമ എന്ന് പറയുന്ന പാട്ടുകളിൽ തന്നെ ഉണ്ട്. നമ്മളത് ഈ ഖായുമൊക്കെ ഉള്ളത് ഒരു അസുന്ദരമാണെന്നോ, ഒരു പദപ്രയോഗത്തിന് കൂടുതൽ ശക്തി വരുന്നെന്നോ, എയർ ത്രസ്റ്റ്, നമ്മുടെ പ്രസിദ്ധമായ ഒരു പാട്ട് വായുസ്തോഭം ഘനസംഘം എന്ന് പറഞ്ഞാണ്. ഘനസംഘം ഇളയുന്ന തനുകാന്തി തൊഴുന്നേൻ. അപ്പം അത് പിന്നെ ഇദ്ദേഹം ആദ്യം പറഞ്ഞു, കുറച്ച് കൂടുതലാണ് വേണ്ട, നമുക്കതൊന്ന് മാറ്റിയാട്ടെ ചേട്ടാ, നമുക്ക് ഘനത്തിനൊക്കെ വേറെ ഇല്ലേ. ഞാൻ പറഞ്ഞു ഇതൊന്ന് പാടും. എന്നാൽ ഞാൻ പാടാം എന്ന് പറഞ്ഞ് പാടി കഴിഞ്ഞപ്പോൾ പുള്ളി അദ്ദേഹത്തിന് തന്നെ ഇഷ്ടമായി തുടങ്ങിയത്. താങ്കളുടെ സിനിമാ പാട്ടുകൾ ഒരുപാടെണ്ണമുണ്ട്. അതിൽ ഏറ്റവും താങ്കൾക്ക് ഇഷ്ടപ്പെട്ട ഒരു പാട്ട് ഏതാണ്? അങ്ങനെ പറയാൻ കഴിയുമോ? ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട കുറേ എണ്ണം ഉള്ളതിൽ ഒന്ന് പുലരിത്തു മഞ്ഞു തുള്ളിയിൽ പുഞ്ചിരിയിട്ടു പ്രപഞ്ചം എന്ന് പറയുന്നത്, അത് എഴുതിയതിൻ്റെ ഒരു സാഹചര്യമുണ്ട്. അത് കഥയെല്ലാം നമ്മുടെ ഗോപിയാണ് എടുത്തത്. ഗോപി എൻ്റെ കൂടെ, എൻ്റെ അഭിനേതാവായിട്ട് എൻ്റെ കൂടെ പല നാടകങ്ങളുണ്ടായിരുന്നു. ഗോപി ഒരു സിനിമ എടുക്കുന്നത് പറഞ്ഞപ്പോൾ എനിക്ക് അതിനകത്തുള്ള ഒരു താല്പര്യവും ഒക്കെ, ഞാനല്ലാതെ ഒരാളെ എഴുതുക എന്ന് പറയുന്നത് ഇല്ല എന്നുള്ള നിലയിൽ വന്നപ്പോൾ അതിനെക്കുറിച്ച് കഥ കേൾക്കാനും എൻ്റെ അഭിപ്രായം പറയാനും ഒക്കെയുള്ള എനിക്ക് സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു. അങ്ങനെ അത് ചെയ്തത് ദേവരാജൻ മാസ്റ്റർ. അപ്പം അദ്ദേഹത്തിനും കഥ പറഞ്ഞു കൊടുത്തു, എനിക്കും കഥ പറഞ്ഞു തന്നു കഴിഞ്ഞ് ഞങ്ങൾ ടെലിഫോണിലാണ് ഇതിൻ്റെ മുഴുവൻ എഴുതിയത്. അദ്ദേഹം അന്ന് തിരുവനന്തപുരത്താണ്. അദ്ദേഹത്തിന് ഞാൻ പറഞ്ഞു കൊടുത്തു. ഗോപി പറഞ്ഞു ഇപ്പോൾ വിളിക്കും എന്ന് പറഞ്ഞ് ഞാൻ വിളിച്ചു പറഞ്ഞു ഇങ്ങനെ. ഗോപി പറഞ്ഞു തന്നേച്ചാട്ടെ, പല്ലവി ഇങ്ങോട്ട് പറഞ്ഞേച്ചാട്ടെ എന്ന് പറഞ്ഞു. ഞാൻ പല്ലവി അങ്ങോട്ട് പറഞ്ഞു, ഞാൻ റെഡിയാക്കിക്കൊണ്ടാണ് വിളിച്ചത്. അങ്ങനെ പുലരി ഇതെങ്ങനെ നമ്മൾ ഉദ്ദേശിച്ചത്. ഞാനപ്പോൾ ഞാൻ അദ്ദേഹത്തിനെ സ്വാധീനിക്കാൻ പാടില്ലല്ലോ, പക്ഷേ ഞാൻ ഉദ്ദേശിച്ച റിഥമിൽ പറഞ്ഞു കൊടുത്തു. ആ റിഥമിൽ വ്യത്യസ്തമായ റിഥത്തിലാണ് ഇത് വന്നിരിക്കുന്നത്. ആ റിഥം തന്നെ അദ്ദേഹം സ്വീകരിച്ച്, പക്ഷേ അതിനെ വളരെ മനോഹരമാക്കി. ഞാൻ മ്യൂസിക്കിലല്ല പറഞ്ഞത്. പുലരിത്തൂ മഞ്ഞു തുള്ളിയിൽ പുഞ്ചിരിയിട്ടു പ്രപഞ്ചം, ഇത്രയേ ഉള്ളേ. സിനിമ പാട്ടിൽ അരവിന്ദനാണ് ഏറ്റവും കൂടുതൽ സ്വാതന്ത്ര്യം. പാണ്ടിയുടെ മലനാടിൻ്റെ മാതിരുന്തലയ്ക്കൽ ഒരു പെരുമരമുണ്ടേ, പാണ്ടിപ്പെരുമരം, അതിലൊരു കിളി, ഇരുകിളി, മുക്കിളി, നാങ്കിളി, അങ്കിളി, പൈങ്കിളി, കിളി 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 കിളി. അരവിന്ദൻ നിന്നും ആ സ്വാതന്ത്ര്യത്തിന്റെ തന്നെ ഏറ്റവും വലിയ ഒരു ഇതായിരിക്കും ആ കറുകറെ കാർമുകിൽ എന്ന പാട്ട്. അതെ, അത് പക്ഷേ അത് ഈ പറഞ്ഞ പോലെ അരവിന്ദനും കൂടെ ഇരുന്ന് നമ്മൾ ഈ പറഞ്ഞ പോലെയുള്ള ഒരു സ്പോണ്ടേനിറ്റി, ഒരു നൈസർഗികമായ ഒരു വരവുണ്ടായിരുന്നു. അതിനൊരു ചരിത്രവുമുണ്ട്. അത് നമ്മുടെ ഞരളത്തിലാമപ്പതുവാൾ നീലകണ്ഠ മനോഹരേ ജയ, ഇത് സാമന്തമലഹരിയാണ്. അദ്ദേഹം പാടി. അദ്ദേഹത്തിൻ്റെ ഈ പാട്ട് രാധാകൃഷ്ണൻ്റെ ചെവിയിലേക്ക് വെച്ചു കൊടുത്തു. അത് അരവിന്ദൻ കേട്ട് അരവിന്ദൻ അങ്ങനത്തെ അദ്ദേഹത്തിനെ കൊണ്ട് പലപ്പോഴും പാടിച്ചിട്ടുണ്ട്. ഞരളത്താശാനെ കൊണ്ട്. അത് അരവിന്ദൻ രാധാകൃഷ്ണൻ കേൾക്കാൻ പറഞ്ഞു, പിന്നെയും കേൾക്കാൻ പറഞ്ഞു. എന്നിട്ട് അതിൽ നിന്ന് വരട്ടെ ഒരു അസാമന്തമലഹരി. അപ്പോൾ എനിക്കും അതൊരു ചലഞ്ചായി. ചലഞ്ചെന്ന് വെച്ചാൽ വേറൊന്നുമല്ല, ആ പാട്ട് കേട്ട് MG രാധാകൃഷ്ണൻ സാറിട്ട ട്യൂണിനൊത്താണോ ഈ പാട്ട് ജനിച്ചത്? അതെ, ആ സാമന്തമലഹരിയെ രാധാകൃഷ്ണൻ എടുത്ത് അതിമനോഹരമായിട്ടുള്ള ഞാൻ കൊടുത്ത വരികളും കൂടെ ഒരു സമാനമായ ഒരു ചിന്താ സരണിയിൽ
വന്നു പിറന്നതാണ് അത്. കറുകരക്കാർ മുകിൽ കൊമ്പനാനപ്പുറത്തേറിയെഴുന്നള്ളും മൂർത്തേ, മങ്ങാട്ടച്ഛനു ന്യായം നല്ലു, മംഗല്യത്തിനു സ്വർണ്ണേ നല്ലു, മങ്ങാതിരിപ്പാൻ നിലവിളക്കു നല്ലു, പാല്യത്തച്ഛനുപായം നല്ലു, പാലിൽ പഞ്ചസാര നല്ലു, പാരാതിരിപ്പാൻ ചില പദവി നല്ലു, ആലായാൽ തറ വേണം, അടുത്തൊരമ്പലം വേണം, ആലിനു ചേർന്നൊരു കുളവും വേണം. മക്കളെ പെറ്റ മാപാവി കുട്ടിയമ്മേ, മക്കളെ പെറ്റ മാപാവി കുട്ടിയമ്മേ, മദ്ദളം കൊട്ടിക്കളിക്കടി മാപാവി കുട്ടിയമ്മേ, മാപാവി കുട്ടിയമ്മേ. തേക്കോ നഗതരക്കാം, തിരുകുടു നഗതരക്കാം, തിരുകുടു നഗതരക്കാം, തിരുകുടു നഗതരക്കാം, തിരുകുടു നഗതരക്കാം. മക്കളെ പെറ്റ മാപാവി കുട്ടിയമ്മേ, കുട്ടിയമ്മയ്ക്കെന്താ കാണാൻ ചന്തമില്ലേ, കുടുംബമാണെങ്കിൽ കേളിപ്പെട്ടതല്ലേ, വാരിക്കൊടുത്തിട്ടും തൂവിക്കളഞ്ഞിട്ടും വല്ല കുറയുമുണ്ടോ, തീരാ മുതലല്ലേ, തീരാ മുതലല്ലേ. തേക്കോ നഗതരക്കാം, തിരുകുടു നഗതരക്കാം, തിരുകുടു നഗതരക്കാം, തിരുകുടു നഗതരക്കാം, തിരുകുടു നഗതരക്കാം. മക്കളെ പെറ്റ മാപാവി കുട്ടിയമ്മേ, മാപാവി കുട്ടിയമ്മേ. നമ്മൾ നാടക പ്രവർത്തനങ്ങളിലേക്ക് വരികയാണെങ്കിൽ അതിലേക്ക് പിന്നീടാണ് പ്രവേശിക്കുന്നതെങ്കിലും ഒരുപക്ഷെ താങ്കളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മണ്ഡലം നാടക പ്രവർത്തനം തന്നെയാണ്. താങ്കളുടെ നാടക സ്മരണകൾ എങ്ങനെയാണ്? ഞാൻ നാടകവുമായിട്ട് ഈ കവിതയിൽ നിന്നും നാടകത്തിലേക്ക് പ്രവേശിച്ച കാലം 60കളുടെ മധ്യം കഴിഞ്ഞിട്ടാണ്. വല്ലാതെ അതിന് ഒരു സ്വീകരണമൊന്നും കിട്ടിയില്ലെന്ന് മാത്രമല്ല, ശക്തിയായ എതിർപ്പും ഉണ്ടായി. അത് തനത് നാടകവേദി എന്ന പേരിൽ അറിയപ്പെട്ടു, സംസ്കാരത്തിന്റെ വേരുകൾ തേടി എന്നുള്ള ഒരു പ്രസ്ഥാനമായിട്ട് അറിയപ്പെട്ടു. അതിന്റെ പേരിലൊക്കെ തന്നെ വിമർശിക്കപ്പെട്ടു. അതിൻ്റെ പേരിൽ വിമർശിക്കപ്പെട്ടു. തനതെന്നുള്ളത് ശ്രീകണ്ഠൻ നായർ സി എൻ ശ്രീകണ്ഠൻ നായരും എം ഗോവിന്ദനും ഒക്കെ പറഞ്ഞിട്ടുള്ള ഒരാശയം, അതിൻ്റെ ഒരു പ്രകടനമായിട്ടിത് വന്നതല്ല. നാടകത്തിലെ എൻ്റെ അന്വേഷണത്തിൻ്റെ ഒരു ഘട്ടത്തിൽ നാടൻ കലാരൂപങ്ങളിലേക്ക് ശ്രദ്ധ തിരിക്കുന്ന ഒരു പ്രവണത അന്ന് ഒരുപക്ഷെ ഇന്ത്യയിൽ ആകെ തന്നെ ഉണ്ടായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ബി വി കാരന്തോ അല്ലെങ്കിൽ ബാദൽ സർക്കാരോ അവരൊക്കെ അത്തരത്തിലുള്ളൊരു, ഗിരീഷ് കർണാടോ ഒക്കെ അത്തരം. ഹബീബ് സാഹിബ് ചെയ്ത പോലെ ഇവരാരും ചെയ്തില്ല. നാടൻ തന്നെ, തനിനാടൻ. എന്നെപ്പറ്റി ഞാൻ പറയുന്നത് ശരിയല്ലെങ്കിലും ഞാൻ നാടനും പിന്നെ എന്താ പറയുക മറ്റേതും കൂടി ചേർക്കാൻ ശ്രമിച്ചു. ഇത് രണ്ടും ഒന്നാണെന്ന്. ദേശീയം മാർഗിയും കൂടി. ഹബീബ് സാഹിബ് കംപ്ലീറ്റ് ഏറ്റവും പ്രധാനമായി ആശ്രയിച്ചത് വടക്കേ ഇന്ത്യൻ മേഖലയിലുള്ള നാച്ച്, പിന്നെ മാച്ച് തുടങ്ങിയിട്ടുള്ള പിന്നെ ഒരു ശൈലിയുണ്ട്. സത്യത്തിൽ ആ കാലത്ത് അങ്ങനെ ദേശീയ തലത്തിൽ ഉയർന്നു വന്ന നാടൻ വേരുകളുള്ള ഒരു നാടക പ്രസ്ഥാനം, അതിൻ്റെ ഭാഗമായി തന്നെയാണോ അറിയപ്പെടാൻ താങ്കളും ആഗ്രഹിക്കുന്നത്? ആഗ്രഹിക്കുന്നതല്ല, അങ്ങനെയാണ് അറിയപ്പെട്ടത്. മനഃപൂർവ്വമൊന്നും സംഭവിക്കുന്നതല്ല ഇതൊന്നും. താങ്കളുടെ ഈ നാടക പരീക്ഷണങ്ങളിൽ നിന്നാണ് ഭരത് ഗോപി, നടൻ മുരളി, നെടുമുടി വേണു തുടങ്ങിയ ആളുകൾ ഉയർന്നു വന്നിട്ടുണ്ട്. മുരളി എൻ്റെ കൂടെ വർക്ക് ചെയ്തത്. അവരെക്കുറിച്ചൊക്കെ എന്ത് പറയുന്നു? അവരൊക്കെ മിടുമിടുക്കന്മാരല്ലേ, കൊള്ളാം. അവരൊക്കെ ഒരുപക്ഷെ അവർ ആണ് എന്നെ ഉണ്ടാക്കിയത്. എനിക്കിതിലെന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ എൻ്റെ നടീനടന്മാരിൽ കൂടെ പറ്റത്തുള്ളൂ. ഒരുപക്ഷെ ശങ്കരപിള്ളയും ഒക്കെ ഇതുമായിട്ട് സഹകരിച്ചവരാണ്. ജി ശങ്കരപിള്ളയൊക്കെ വളരെ കാര്യമായിട്ട് എൻ്റെ നാടകങ്ങളുടെ ചർച്ചകളുണ്ട്. 2-3 പബ്ലിഷ് ചെയ്തിട്ടുള്ളതിലൊക്കെ ശങ്കരപിള്ളയും വളരെയധികം സഹായിച്ചിട്ടുണ്ട്. അനേകം ആളുകളുണ്ടായിരുന്നു. ഒരു കൂട്ടായ്മയായിരുന്നു. അതിൽ എൻ്റെ നാടകവേദിയിൽ പ്രവർത്തിച്ചിട്ടുള്ള ആൾ ഇപ്പോൾ എൻ്റെ ഇത് ഘോഷിക്കുന്നു പറയുന്നത്
അവരുടെയാണ് നാടകവേദി. കാരണം അവരില്ലെങ്കിൽ ഒരു ഡയറക്ടർ, ഒരു സംവിധായകൻ വിചാരിച്ചാൽ ഒന്നും ചെയ്യാൻ. പണ്ട് നാടകം അഭിനയിച്ചിട്ടുണ്ട്. പക്ഷേ എൻ്റെ ഏകാകാര്യം കാണിച്ച് നമുക്ക് നാടകവേദി നിലനിൽക്കാനൊക്കെ ഇല്ല. ഇന്ന് ജനാധിപത്യ യുഗത്തിൽ ഇതാണ്, നാടകവേദിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കലയെന്ന് പറയാൻ തന്നെ കാരണം ഇവിടെ ഒരു കൂട്ടായ്മയുണ്ട്. ജനാധിപത്യത്തിൽ ഈ കൂട്ടായ്മ നഷ്ടപ്പെടാൻ പാടില്ല എന്ന് പറയുന്ന പോലെ നാടകവേദിയിൽ ഈ കൂട്ടായ്മ പോയാൽ നാടകം മരിക്കും. താങ്കളിപ്പോൾ നമ്മൾ നാടകത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ അത്രയും ഉറപ്പിച്ചു പറഞ്ഞൊരു കാര്യം, നാടകം പരിശീലനത്തിലൂടെ കളരിയിൽ നിന്നെല്ലാം ഉണ്ടായി എടുക്കേണ്ടത് ഒന്നാണ് എന്ന് പറഞ്ഞു. താങ്കൾ അത്തരത്തിൽ ഉയർത്തിക്കൊണ്ടുവന്ന കലാകാരന്മാരെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ഗോപിയെ പോലെ, മുരളിയെ പോലെ ഒക്കെ, നെടുമുടിയെ പോലെ ഉള്ളവരെ കുറിച്ചൊക്കെ പറഞ്ഞു. പക്ഷെ അത്തരത്തിലുള്ളൊരു പാരമ്പര്യം ഒന്നുമില്ലാത്തൊരു നടനെ, ഒരു വലിയ നടനെ, മോഹൻലാൽ എന്നൊരു നടനെയും താങ്കൾ ഒരിക്കൽ നാടകവേദിയിൽ ഉപയോഗിച്ചു. എന്തുകൊണ്ട് പരിശീലനമില്ലാത്ത ഒരു നടൻ അപ്പോൾ ഉപയോഗിക്കപ്പെടണം എന്ന് താങ്കൾക്ക് തോന്നി? പരിശീലനം സിദ്ധിച്ചതിന് ശേഷം തന്നെയാണ് മോഹൻലാൽ നാടകം അഭിനയിച്ചത്. ആരെങ്കിലും അദ്ദേഹം പോലും പരിശീലനം നേടിയില്ല എന്ന് പറയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം അങ്ങനെ ആരും പറയാം. എനിക്ക് ഗുരു ഉണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് ഗുരുവൊന്നുമില്ല, ഞാൻ തന്നെത്താൻ എന്നാരും പറയില്ല. ഈ 10-15 ദിവസം അവിടെ എൻ്റെ കൂടെ വന്ന് മോഹൻലാൽ പ്രവർത്തിച്ചപ്പോൾ യാതൊരു ഇളവുമില്ലാതെ, യാതൊരു എന്താ പറയേണ്ട സമയവും ഇതിനു വേണ്ടി പരിപൂർണമായി. ഈ കളരി വഴക്കത്തിനൊത്ത പരിശീലനങ്ങളിലൂടെയാണ് മോഹൻലാൽ എന്ന താരത്തെ കർണഭാരത്തിലെ നടനാക്കി താങ്കൾ മാറ്റിയെടുത്തത്. തീർച്ചയായിട്ടും. പക്ഷേ മോഹൻലാലിന് മറ്റു പലർക്കും ഉള്ളതിനേക്കാൾ കൂടുതൽ ഇത് വഴങ്ങിയത് നേരത്തെ കൂട്ടി തന്നെ ഈ കളരി എന്നൊക്കെ പറയുന്ന അതുമായിട്ട് അദ്ദേഹത്തിൻ്റെ ശരീരത്തെ മെരുക്കിയെടുക്കാൻ കഴിഞ്ഞിരുന്നു. ഒന്ന്. രണ്ടാമത് അദ്ദേഹത്തിൻ്റെ മനസ്സ്. ഇത് 10-15 ദിവസം കൊണ്ട് ചെയ്തതല്ല. ഒരു 3 മാസമെങ്കിലും ഈ പറയാനുള്ള സംഗതികൾ കാസറ്റിലെടുത്ത് പഠിച്ച്, സംസ്കൃതത്തിൽ പറഞ്ഞ്, പരിചയമില്ലാത്ത അദ്ദേഹം പറഞ്ഞ് ഊണിലും ഉറക്കത്തിലും ഇത് പറഞ്ഞ് അത് ഭംഗിയായി അത് പറയാൻ പഠിച്ചിട്ടാണ് വന്നത്. അപ്പോൾ പിന്നെ പകുതി ജോലി കഴിഞ്ഞു. വാചികം പരിശീലനത്തിൻ്റെ തന്നെ ഉൽപ്പന്നമാണ് കർണൻ. അതെ, തീർച്ചയായിട്ടും. അതെ. ഈ പരിപാടിയിൽ പങ്കെടുത്തതിന് വളരെയധികം നന്ദി. സന്തോഷം. തേക്കോ നഗതരക്കാം, തിരുകുടു നഗതരക്കാം, തിരുകുടു നഗതരക്കാം, തിരുകുടു നഗതരക്കാം, തിരുകുടു നഗതരക്കാം. മക്കളെ പെറ്റ മാഭാവി കുട്ടിയമ്മേ, മാഭാവി കുട്ടിയമ്മേ. അമ്മനെ നീ തല്ലുകയാൽ സന്തതിക്കു മുട്ടില്ലാണ്ടായി, അമ്മനെ നീ തല്ലുകയാൽ സന്തതിക്കു മുട്ടില്ലാണ്ടായി. നിന്നെ തല്ലി കടം വീടാൻ സന്തതികൾ നിനക്കുമുണ്ടാം, നിന്നെ തല്ലി കടം വീടാൻ സന്തതികൾ നിനക്കുമുണ്ടാം. തേക്കോ നഗതരക്കാം, തിരുകുടു നഗതരക്കാം, തിരുകുടു നഗതരക്കാം, തിരുകുടു നഗതരക്കാം, തിരുകുടു നഗതരക്കാം. മക്കളെ പെറ്റ മാവാ.